നൂറ ഹബീബാണ്. ഒരുപാട് വോയിസുകൾ, ഒരുപാട് ദിനംപ്രതി ഒരുപാട് വോയിസുകളും ഫോണൊക്കെ കോളുകളൊക്കെ വിടുന്നുണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ തങ്ങൾ കാശ് വെച്ച് വിളിക്കാൻ നാട്ടുകാര് ഇങ്ങളെ കുറിച്ച് വളരെ മോശമായി റോട്ടുമെന്ന് കേട്ടിട്ടും അവിടുന്ന് കേട്ടിട്ടും യൂട്യൂബിലൂടെ കേട്ടിട്ടും അവിടെ നിന്നൊക്കെ കേട്ടിട്ട് പലരും എന്ത് ചെയ്യാണ് അത് പ്രചരിപ്പിക്കാനും. ഇപ്പൊ വീട്ടിലുള്ള പല സ്ത്രീകളും അതിൽ 4-5 പെണ്ണുങ്ങൾ ഒത്തൊരുമിച്ച് അല്ലെങ്കിൽ 4-5 ആണുങ്ങൾ എവിടെ ചെന്നാലും ചർച്ച നമ്മളെ കുറിച്ച് മാത്രമാണ്. എനിക്ക് എന്റെ കൂടെ പറപ്പിനോട് പറയാൻ പിന്നെ അങ്ങനെ ആവൂലോ, നാട്ടുകാരെ ഫുള്ള് മുക്കി നടന്നു കഴിഞ്ഞാൽ പിന്നെ ചർച്ച ചെയ്യാതിരിക്കും, നാട്ടുകാർ തല്ലിട്ടാവുകയും കൂടി ഉള്ളത്. നിങ്ങൾ യൂട്യൂബിലൂടെ കേൾക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ 4-5 പെണ്ണുങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് നിങ്ങൾ പറയുന്നത് അതൊക്കെ വാസ്തവ വിരുദ്ധമാണ്, എല്ലാം പച്ചക്കള്ളമാണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ തെളിയിക്കേണ്ടി വരും. പടച്ച റബ്ബിന്റെ കോടതി തെളിയിക്കേണ്ട ആക്കൂ, ഞാൻ തെളിയിച്ചരാ. ഇന്ത്യയിൽ കുറച്ച് വോയിസ് ഉണ്ട്. നിങ്ങൾ കാണിച്ചു കൂട്ടിയ കുറച്ച് പരിപാടികളുടെ വോയിസ്, നിങ്ങളെ കാരണം കൊണ്ട് തകർന്നു പോയൊരു കുടുംബം. ഞാൻ ആണെങ്കിൽ ആ വോയിസ് ആയിട്ടില്ല. ഇനിയിപ്പോ ഇങ്ങനത്തെ നൂറെ ഹബീബ് പോലത്തെ ആളുകളെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് ബിർള വാൾക്കെയർ പുട്ടിയടിക്കാൻ വേണ്ടി വെള്ള പൂശാൻ വേണ്ടി നടക്കുന്ന വേറെ കുറച്ച് ആളുകളുടെ വീഡിയോ കാണിച്ചാൽ ഇതൊരു സ്ത്രീയാണ്, സ്ത്രീ എന്ന് പറയേണ്ടി വരും. അല്ല ഇപ്പൊ ഇത് കണ്ടിട്ട് സ്ത്രീയാ പുരുഷനാണെന്ന് മനസ്സിലാണ്. ശബ്ദം ഒരു സ്ത്രീയിലെയാണ്, വേറെ ഒന്നും കാണുന്നില്ല, മൊത്തം ഒരു പോക. അസ്സലാമലൈക്കും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വന്നതിന് കുറെ വിമർശകരുണ്ടാവും. പക്ഷെ ഒരു പെണ്ണ് സംസാരിക്കാൻ പാടില്ല, പെണ്ണ് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരാണുങ്ങൾ ആരും ഇതിൽ മുന്നിൽ വന്നിട്ട് ഇതിന്റെ തെറ്റ് മനസ്സിലാക്കി സംസാരിക്കുന്നില്ല. ഈ പെണ്ണുങ്ങൾ വരാൻ പാടില്ല, മറ്റേ വേറെ ഉസ്താദ് സമസ്തന്റെ ഫോട്ടോത്തിൽ പെട്ട് മൂളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പാടും. ആണുങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒന്ന് വീഡിയോ ഇടാൻ പാടും. എനിക്കറിയില്ല, എന്തായാലും പറയില്ലാത്ത. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ കേട്ടോടുത്ത പേവാണ്. അത് യൂട്യൂബ് നിങ്ങൾ അതിന്റെ നല്ല ഭാഗം ബാക്കും മുൻഭാഗവും കട്ട് ചെയ്തിട്ട് ആ ട്രോളാൻ നല്ലൊരു ഭാഗം മാത്രം നിങ്ങൾ എടുത്തിട്ട് യൂട്യൂബിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹബീബി മറ്റേ ഖുറാൻ തെറ്റിച്ചോതിയിട്ട് ട്രോളന്മാർക്ക് ട്രോളാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചാന്ന് പറഞ്ഞ കേസിൽ വെള്ളപൂശാൻ വന്ന താത്തയാണോ താത്തനാണോ എന്താ സാധനം എന്ന് ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ശബ്ദം ഇപ്പം ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ എന്താ വന്നിരിക്കുന്നത് എന്നുള്ളത് ഭൂതം പിശാചം പോകുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ നൂറെ ഹബീബി തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നത് മൊത്തം സ്ത്രീകളാണ്. ഓക്കെ, പുരുഷന്മാരാരും രംഗത്തില്ല, സ്ത്രീകളാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ വെള്ളപൂശലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. സ്വന്തമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മറ്റേ നൂറെ ഹബീബ് ഉസ്താദ് നൂറെ ഹബീബ് തങ്ങളും എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് പ്രൂഫുകൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരാളുടെ ജീവിതം കളഞ്ഞതിൻ്റെ പ്രൂഫാണ് ഞാനിവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഫുള്ള് ഓഡിയോ കേൾക്കണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ എങ്ങനെ കുടുംബത്തിൽ കയറി കളിക്കുന്ന ഒരാളത്. ബ്രോ എന്താ സീനെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓഡിയോ ഞാൻ വിട്ടുതരാം. അതിനല്ല കാര്യം പറഞ്ഞുതരാണ്. ഒരു 6 മാസമൊക്കെ ആയിപ്പം ഞങ്ങളെ ഇവിടെ നാട്ടിൽ വന്നാണ്ട് ഒരു വീട് കൊടുത്ത് മൂപ്പരവിടെ ചികിത്സയൊക്കെ നടത്തേനും അങ്ങനെ തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ മന്ത്രവാദം അങ്ങനത്തെയൊക്കെ പരിപാടി ചെയ്തേനും. ഞാൻ അറിയാമെന്ന് ചോദിച്ചാൽ എങ്ങനെ അറിയാം വെച്ചാൽ 6 മാസം മുന്നേ എനിക്ക് ഈ വോയിസ് അയച്ച ആ ഒരാളുടെ വീടിനടുത്ത് ഇയാൾ വന്ന് വീടെടുത്തിട്ട് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, ഓക്കെ, രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതേപോലെ മന്ത്രവാദം, ഇസ്ലാമിലൊക്കെ മന്ത്രവാദം എവിടെ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിനൊക്കെ പിന്നാലെ ഇപ്പോൾ നാട്ടുകാർ ഓടുണ്ടല്ലോ. എന്നാലും വോയിസ് ബാക്കി കേൾക്കാം. പാപ്പനെ മൂപ്പരെ ഇങ്ങോട്ട് കൊടുക്കുന്നത് എൻ്റെ പാപ്പ അങ്ങനെ ഉസ്താദൊന്നുമല്ല, എന്നാലും അങ്ങനെ ഉള്ളവരൊക്കെ അങ്ങനെ ഇതാക്കണേ. എന്നിട്ട് ഞങ്ങളെ നാട്ടിൽ കൊടുന്നാണ്ട് അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളെ അതും ഇതും പറഞ്ഞാണ്ട് ഞങ്ങളെ ഫാമിലീനെ എന്താക്കും തെറ്റിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ എൻ്റെ പാപ്പാനോട് പറഞ്ഞിട്ടാണ് മൂപ്പര് എൻ്റെ ഇമ്മാനും ഞങ്ങളെയൊക്കെ അടിച്ചാട്ടാൻ പേരുന്ന്. അത് മൂപ്പരല്ല പറഞ്ഞാൽ മൂപ്പരത്ത് കുറച്ച് ഗ്യാങ്സ് ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. ഓരിങ്ങനെ കുറച്ച് പാർട്ട്ണർമാരായിട്ടാണ് അവിടെ ഇവിടെ ആയിട്ട്. എൻ്റെ വാപ്പാൻ്റെ തന്നെ എൻ്റെ വാപ്പാൻ്റെ കൂട്ടുകാരനാണ് മൂപ്പരെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു കമ്പനിയായി ഇങ്ങോട്ട് കൊടുന്നാണ്ട് കുറച്ച് 6 മാസമായിട്ട് ചികിത്സ ചെയ്തു. വീട്ടിലൊക്കെ ഒരു വട്ടം വന്നിട്ടുണ്ട്. പിന്നെ അമ്മ പറഞ്ഞു, അതായത് ഒരാളോട് പറയാണ് അയാളുടെ മക്കളെയും ഭാര്യനെയും അടിച്ചോടിക്കണം വീട്ടിൽ നിന്ന് എന്നുള്ളത്. എങ്ങനെയുണ്ട്? അയാളെ കുടുംബത്തിൽ കയറിയിട്ട് അയാളോട് പറയാ അടിച്ചോടിക്കണം എന്നുള്ളത്. നൂറെ ഹബീബ് അല്ല പറഞ്ഞത്, നൂറെ ഹബീബിന്റെ ഒപ്പം കുറച്ച് ടീമുണ്ട്, അവരാണ് പറഞ്ഞതാണ് ഈ വോയിസ് അയച്ചെന്ന വ്യക്തി എന്നോട് പറയുന്നത്. അപ്പൊ നമുക്ക് ആ അടിച്ചോടിക്കണം
കുട്ടികളെയും ഭാര്യേനെയും ഇന്ന് നൂറ ഹബീബിന്റെ ടീം പറയുന്നതിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ടാവും നമുക്ക് കേട്ടോ. ഉഷാറായിന് പോരാ ഒന്നുകൂടി കൊടുക്കണ്ടോ അടനാണ് കൊടുത്തുകൂടി പൊട്ടിച്ചുകൂടി എപ്പോഴാ നടക്കുള്ളൂ. 3 കൊടുത്തിട്ടുണ്ടോ പിന്നെ മുണ്ടേത് വർത്താനം മാത്രം പറഞ്ഞാൽ പോരാ. അപ്പൊ നിങ്ങളിപ്പോ ഈ കേട്ടത് നൂറ ഹബീബിന്റെ ഒപ്പമുള്ള ആളുകള് നൂറ ഹബീബിനെ ഒരു നാട്ടിൽ കൊണ്ടുവന്നോ, അതായത് ചികിത്സിക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരാള് നാട്ടിൽ കൊണ്ടു താമസിപ്പിച്ചു. അയാളുടെ കുടുംബത്തിൽ തന്നെ കയറിയിട്ട് ഭാര്യനെയും കുട്ടികളെ അടിച്ചു കൊടുക്കണം എന്ന് അയാളോട് പറയുന്നതിന്റെ വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അങ്ങനെ കുടുംബം താർന്നിട്ടാ ഈ ബാക്കി കേൾക്കാം വോയിസിന്റെ ബാക്കി. അങ്ങനെ ഫോണ് അപ്പം മൂപ്പര് വോയിസൊക്കെ ഞാൻ അങ്ങനെ കേൾക്കലുണ്ട്. മൂപ്പര് 12,000 4,000 റുപ്യ അങ്ങനെ പൈസ അങ്ങനെ ഉണ്ടാക്കാണ്. വന്നൊന്നും അധികം പൈസ ഒന്നും ഇല്ല. ഇനി വാടകക്ക് കാർ എടുക്കുക അങ്ങനെയൊക്കെയാണ്. ഇപ്പം അങ്ങനെ ആകുമ്പോൾ പൈസ അങ്ങനെ ഉണ്ടാക്കിയാണ്ട് കുറേ ഇതുണ്ടാക്കി. അപ്പോൾ മൂപ്പര് കാറെടുത്ത് പേരുണ്ടാക്കി അങ്ങനെ മൂപ്പര് വീഡിയോ വാച്ച് ചെയ്താൽ തന്നെ അറിയാം കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ മൂപ്പര്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ വാപ്പാനോട് ഇങ്ങനെ പറഞ്ഞേക്കാണ് ഞങ്ങൾ ഒഴിവാക്കാൻ അങ്ങനെ ചികിത്സ ഓരോ ഞങ്ങളിങ്ങനെ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് കൊണ്ടുവരൽ. ഇങ്ങനെ ഓരോ മുട്ട പൊട്ടിച്ചാണ്ട് കത്തിക്കുക അങ്ങനെ കുറേ ചികിത്സപരമായിട്ടുള്ളൊരു ഇത് ഇയാൾ ചികിത്സയൊക്കെ ഉള്ള ഒരാളാണ്. സംഭവം എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ നിന്ന് വാപ്പ പുറത്തിറക്കി പറഞ്ഞ് അഴിഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ നൂറ ഹബീബി ഒരു കുടുംബത്തിൽ കയറിയിട്ട് ആ കുടുംബം കുട്ടിച്ചോറാക്കി. മുട്ട കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൂടോത്രം ചെയ്യുക, ട്രീറ്റ്മെന്റ് ചെയ്യുക. ഇയാളാണ് ഡോക്ടറോ ഈ നൂറ്റാണ്ടിൽ ഓക്കെ ഇത്രയും മെഡിക്കൽ ഫീൽഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂറ്റാണ്ടിൽ ആരോഗ്യവകുപ്പ് എന്തിനാപ്പോ, ഇവിടുത്തെ ഡോക്ടർമാരും ഹോസ്പിറ്റൽസും എന്തിനാപ്പോ, എന്ത് കാര്യത്തിനാണ് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇവരെയിലൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഉസ്താദിന്റെ കയ്യിലും ഈ പറഞ്ഞ തങ്ങളെ കയ്യിലും ഈ പറഞ്ഞ പള്ളിയിലച്ഛന്റെ കയ്യിലും ഈ പറഞ്ഞ മറ്റേ പൂജാരിമാരുടെ കയ്യിലൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യൻ ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നത്? എന്തിനാ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 4 പേപ്പർ വിറ്റ് സൈഡിൽ കടന്നാൽ പോരെ, കുറച്ച് തീർത്ത വാങ്ങി കുടിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇതേപോലെ മുട്ടയിൽ കൂടോത്രം വെച്ചിട്ടോ അല്ലാതെ ഈ ചുട്ട കോഴിയെ പറപ്പിച്ചാലോ പോരെ. എന്തിനാണ് മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആളെ കളിയാക്കുന്ന പരിപാടി. ഇതിലൊക്കെ വിശ്വസിച്ച് പോണ പൊട്ടന്മാരോട് അവരെയാണ് ആദ്യം അടിക്കേണ്ടത്, ഈ മണ്ടത്തരം വിശ്വസിച്ച് പോണത്. ഈ തങ്ങളുടെ വോയിസ് ഉണ്ട് കുറച്ച് ഓക്കെ. ഇനിയിപ്പോൾ ആ തങ്ങളുടെ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. നൂറ ഹബീബിന്റെ വോയിസിൽ അതിൽ വളരെ ക്ലിയർ ആയിട്ട് അയാൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അയാൾ ചെയ്തു കൊടുക്കുന്നത്, ഒരാളുടെ ചികിത്സയുടെ ഭാഗമായിട്ട് എത്ര കാശ് വേണം, ഇതൊക്കെ വളരെ ക്ലിയർ ആണ്. മാരകമായ നിങ്ങൾ തടിക്ക് ബാധിക്കുന്നുണ്ട് നിങ്ങൾ സിഗർ നിങ്ങൾ ഇല്ലാതെയാകണം. അത് മരുവും ചെയ്യും മറ്റൊരു ചെയ്യുമെന്നും പറയണ്ട. അത് നമ്മൾ ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. അതായത് ഇയാൾക്ക് ആരോ കൂടോത്രം വെച്ചിട്ടുണ്ടോ, ഇനി മരവും ചെയ്തോ മറ്റൊരു ചെയ്തോ എന്ന് പറയണ്ട. ആ കൂടോത്രം കാരണം നിങ്ങൾക്ക് തടിക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് പരിഹാരം ചെയ്യണമല്ലോ. ബാക്കി കേൾക്കാം. ഇതേ പോക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. അത്രയും പ്രശ്നം കാണുന്നത് സ്ഥിരം നമ്പറാണിത്. ഇത് ഒരാളുടെ ആയുസ് കുറയും, നിങ്ങളെ ലൈഫ് സ്പാൻ കുറയും, നിങ്ങൾ മരിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ പ്രതിവിധി ഉള്ളതെന്നുണ്ടെങ്കിൽ ആ പ്രതിവിധി കർമ്മം എന്താ, അതിന് എന്ത് ചെയ്യണം? തകിട് കെട്ടണോ, അമ്പലത്തിൽ പോയി ഉരുളോ, പള്ളിയിൽ പോയി ഓതണോ, അതോ മറ്റേ നേർച്ച കൊടുക്കണോ? ഒരാൾ മരിക്കാൻ പോവാന്നാണ് പറയും. ഓക്കെ, ഇത് പല ഇങ്ങനത്തെ ടീമിന് തട്ടിപ്പ് കാട്ടുന്ന ടീമിന്റെയും പരിപാടിയാണ്. നിങ്ങൾക്ക് ഈ സദാനന്ദന്റെ സമയം എന്ന് പറഞ്ഞ സിനിമ കണ്ടറിയാം. അതിൽ ദിലീപിനോട് പറയുന്നുണ്ട് മരിക്കാൻ പോവാണ്, ഇന്ന കർമ്മങ്ങൾ ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. പൈസ തട്ടാൻ മനുഷ്യന് മരണം ഉള്ള സാധനമാണ് ഒട്ടുമിക്ക എല്ലാ മനുഷ്യർക്കും പേടി. അതും ഒരു നല്ല പ്രായത്തിൽ മരിക്കും എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തൊക്കെ എന്താ പറയാ, അത് മരിക്കാതിരിക്കാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണോ, കാര്യങ്ങൾ ചെയ്യണോ, തകിട് കെട്ടണോ, ഇതിന് പിന്നാലെ മനുഷ്യന് ഓടാൻ തുടങ്ങും. അതാണ് ഇപ്പൊ ഇയാൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്ന നൂറ ഹബീബി. ഇയാളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇനി അടുത്ത വോയിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട് അള്ളാഹു കാക്കട്ടെ. ഇപ്പൊ നിങ്ങളിതിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3000 ചില്ലാൻ ഉറുപ്പ്യ വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോഹത്തിന്റെ തകിട് ചെയ്യാൻ 1 ഗ്രാമെങ്കിലും വേണം ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. സിഹർ വന്ന് ഇത് ബാത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? താത്താൻ്റെ കാര്യങ്ങൾ ചെയ്യണം, ശരിയാവാല്ലേ, എന്നാലൊക്കെ ക്ലിയർ ആവുള്ളൂ. പഞ്ചലോഹത്തിന്റെ തകിലിൽ എന്തൊക്കെയോ സെറ്റപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കണോളം കാലം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാ പിന്നെ ഇയാളെന്നെ മതിയില്ല 2 പഞ്ചലോഹ തകിടുമായിട്ട് തന്നെ ഇറങ്ങിക്കോ ലോകത്തേക്ക്. കൊറോണ വന്നപ്പോൾ എവിടെ പോയിരുന്നു? കൊറോണയ്ക്കെതിരെ തകിട് ഉണ്ടായിരുന്നില്ലേ പഞ്ചലോഹത്തിന്റെ? അതിന് പൈസയും 3000 10,000 പൈസയും പറയുന്നുണ്ട് ഇതിൽ. അല്ല എന്തപ്പോ ഇത് കഥ? പച്ചക്ക് ഈ നാട്ടിൽ നടക്കുന്ന ഒരു എന്താ പറയാ ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടി
ആളുകളെ ചികിത്സിക്കുകയാണ്. ഒരു ഡോക്ടറല്ല, ആരോഗ്യ വകുപ്പിന്റെ ഒരു അംഗമല്ല, ഒന്നുമല്ല. ഒരു തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് മൂപ്പര് ചികിത്സിക്കുകയാണ് ആളുകളെ. എന്ത് കാര്യത്തിന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇത്ര പൊട്ടന്മാര് നമ്മളെ സൊസൈറ്റിയിൽ ഉണ്ടല്ലോ, ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഇവിടെ പോയിട്ട് ചാടാൻ വേണ്ടിയിട്ട്. വിശ്വാസങ്ങളായിരിക്കും, മതത്തിന് വിശ്വസിച്ചോ ദൈവത്തിന് വിശ്വസിച്ചോ. എന്നാണാവോ ഇസ്ലാമിൽ ഈ പറഞ്ഞ കൂടോത്രവും അല്ലെങ്കിൽ ഈ പറഞ്ഞ മുട്ട പൊട്ടിക്കലും കോഴീനെ പുറത്തലൊക്കെ ഏത് ഇസ്ലാമിൽ എവിടെ അതൊക്കെ പറഞ്ഞിട്ടുള്ളയോ എനിക്കറിയില്ല കേട്ടോ. നല്ല മോഡറേറ്റ് ഇസ്ലാമായ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അറിയില്ല. ആഭിചാരം, കൂടോത്രം, മുട്ട പൊട്ടിക്കൽ, കോഴി പറത്തൽ, തകിടിൽ മറ്റേ ഏലസ് കെട്ടൽ, ഇതൊക്കെ വിശ്വസിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ. ഇതൊക്കെ എന്താ അറിയോ, എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് എഡ്യൂക്കേഷൻ കൂടിയതിന് കുഴപ്പമൊന്നുമില്ല. പൈസ വേണം, ആരോഗ്യം വേണം, സ്വത്ത് വേണം, സമ്പാദിക്കണം, ജീവിക്കണം. അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ ഇമാതിരി ആളുകളുടെ ട്രാപ്പിലും പോയി പെടും. ഇതാണ് നൂറെ ഹബീബിന്റെ വോയിസും. ഇയാളെ കുറിച്ചിട്ട് ഇനിയും ഒരുപാട് തെളിവുകൾ പുറത്ത് വരാനുണ്ട്. ഇതൊക്കെ ചെറുത്. കുടുംബം തകർത്തത്, ഇതേപോലെ ആളുകളെ പൈസ വാങ്ങി തകിട് കൊടുത്ത് പറ്റിച്ചത്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ പറയുമ്പോൾ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തണം. ഇയാൾ എന്ത് ചികിത്സ നടത്തുന്നു? ഒരു ഡോക്ടർ അല്ലാത്ത ആൾ എങ്ങനെ ചികിത്സ നടത്തും? അല്ലെങ്കിൽ ഒരു ആരോഗ്യ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ആരോഗ്യ സ്കീമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊന്നും അല്ല. നത്തിങ്, ഒന്നുമില്ല. ഈവൺ ഒരു വൈദ്യർ എന്ന് പറയുന്ന ടാഗ് പോലും അയാൾക്ക് ഉണ്ടാവില്ല. ഇനി വൈദ്യന്മാരാണെങ്കിൽ വരെ എനിക്ക് തോന്നുന്നു അവർക്ക് ലൈസൻസ് വേണം. അതും ഉണ്ടാവില്ല. ഇയാൾ എങ്ങനെ ചികിത്സ കൊടുക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ചികിത്സ നടത്തുന്നു? ഹൂ നോസ്?